സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം ദിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. നാരായണീയത്തിൽ ഭഗവാന്റെ സ്വരൂപ വർണ്ണനയാണ് 2 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞത്. അതുപോലെ പീതാംബരം എന്നൊക്കെ നമ്മൾ ശ്ലോകത്തിലൊക്കെ ചെല്ലുന്ന പോലെ ഉള്ളത് തന്നെ. സൂര്യനെ വെല്ലുന്നതായ കിരീടം, കുറിയോടുകൂടിയ നെറ്റിത്തടം, ദയ വഴിഞ്ഞു ഒഴുകുന്നതായിരിക്കുന്ന കണ്ണ്, മൂക്ക്, കുണ്ടലങ്ങൾ നേളിക്കുന്നതായിരിക്കുന്ന കവിൾത്തടവും കൗസ്തുഭവും, വനമാല, ശ്രീവത്സം മുതലായതോടു കൂടിയ മാറിടവും ആദ്യത്തെ ശ്ലോകത്തിൽ. രണ്ടാമത്തെ ശ്ലോകത്തിൽ കേയൂരം, മംഗതം, കയ്യിലത്തെ ആഭരണങ്ങൾ, മോതിരം, അങ്കുലീകം എന്ന് പറഞ്ഞാൽ മോതിരം, മനോഹരമായ ശംഖ, ചക്ര, ഗദ, താമരം എന്നിവ വിളങ്ങുന്ന 4 കൈകളും, സ്വർണത്തിൻ്റെ അരപ്പട്ട അല്ലെങ്കിൽ അരഞ്ഞാണ്, കിങ്ങിണി ഒക്കെ കെട്ടിയതായ മഞ്ഞപ്പട്ടും, അതുപോലെ തന്നെ എല്ലാവരുടെ ദുഃഖവും തീർത്തു കൊടുക്കുന്ന ആർത്തി ദുഃഖം ചിതം ഛേദിക്കുന്നതായ രൂപത്തെ ധ്യാനിക്കണമെന്ന് പറഞ്ഞു. ഈ ഭഗവാന്റെ രൂപത്തിൻ്റെ ചില പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏത് കാര്യത്തിൻ്റെയും സൂപ്പർലേറ്റീവ് ഭഗവാനാണ്. ഭഗവാനെ കടത്തി വയ്ക്കാൻ ഒന്നും ഇല്ല. ആ ശ്ലോകം 3 യത് ത്രൈലോക്യ മഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാൻ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യദുര്യാദവി സൗന്ദര്യോത്തരതോപി സുന്ദരതരം തദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഹേ വിഷ്ണു എന്ന് വിളിക്കുകയാണ്. പുഷ്ണാതി വിഷ്ണു വിഭോ, അതായത് വിഷ്ണുവാണ് സംബോധന. ഹേ വിഭോ വിഷ്ണു. പുഷ്ണാതി എന്ന് അവസാനേ വരുള്ളൂ ക്രിയ. വിഷ്ണു എന്നുള്ളടത്ത് തുടങ്ങുകയാണ്. വിഷ്ണു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ സർവ്വവ്യാപി എന്നാണ്. അപ്പോൾ ഏത് ദേവനും അതാവാം. ഭഗവാനെ അവരവരുടെ ഭക്തന്മാർക്ക് സർവ്വവ്യാപിയാണ്. അയ്യപ്പനായാലും സുബ്രഹ്മണ്യനായാലും ജീവനൊക്കെ വിഷ്ണു എന്നുള്ള പദം ഒരു കോമണാണ്. സർവ്വവ്യാപി അർത്ഥം. ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെ വരിക. 2 കൈയും 4 കൈയും ചതുർബാഹു എന്നർത്ഥമില്ല. നമ്മളൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും വിഷ്ണു എന്ന് പറഞ്ഞാൽ. അതങ്ങനെയല്ല. ഏതായാലും അതുപോലെ ശിവൻ എന്ന് പറഞ്ഞാലും അത് കേട്ടോ, മംഗളം കൊടുക്കുന്ന ആളെന്ന് അർത്ഥമേ ഉള്ളൂ. ഈ പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഒരു പ്രശ്നമില്ല, മാറ്റി ഇതുകൊണ്ട് എന്നാണ്. എന്തായാലും വിഷ്ണു സർവ്വവ്യാപിയായുള്ളവനെ എന്ന് അർത്ഥം. ഇനി പറയണം യത് ത്രൈലോക്യ മഹീയസോപി മഹിതം. ഏതൊന്നാണ് ഏതൊന്ന് ത്രൈലോക്യത്തിൽ മഹത്തായിരിക്കുന്ന കാര്യത്തിൽ വെച്ച് ഏറ്റവും പൂജ്യമായ കാര്യം, മഹത്തായ കാര്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അങ്ങാണ്. മഹത്തായ കാര്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മഹീയസോപി മഹിതം, മഹത്തായ വസ്തുക്കളിൽ വെച്ചിട്ട് പിന്നെയും മഹിതം, അതിൻ്റെ ടോപ്പ് നിരാന്നർത്ഥം. അത് ഭഗവാനാണ്. മഹീയസോപി മഹിതം, മഹത്തായ വസ്തുക്കളിൽ വെച്ചിട്ട് വീണ്ടും മഹത്തായത്. രണ്ടാമത് മോഹനാത് അഭി സമ്മോഹന. അഭി എല്ലാറ്റിലേക്കും കൊടുക്കണം. മോഹനാത് അഭി മോഹനാത്, മോഹനം, മോഹനത്തിൽ വെച്ചിട്ടുള്ള വസ്തുക്കളിൽ വെച്ച് മോഹനമായത്. മോഹനം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ മോഹിപ്പിക്കുന്നത് എന്നർത്ഥമാണ്. ഭഗവാന്റെ ആ ഒരു സ്വരൂപം ദുഷ്ടന്മാർക്ക് പോലും ആകർഷണം ഉണ്ടാക്കി തീർക്കാറുണ്ട് പലപ്പോഴും. പിന്നെ സജ്ജനങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാളിയൻ ഒരു നല്ല ഇതൊന്നുമല്ല ശരിക്കും പറയാ വെച്ചാൽ.
എല്ലാവരും ഉപദ്രവിച്ച വിഷം ചീറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു സർപ്പം. ആ സർപ്പടക്കം ഭഗവാനെ കണ്ടു, ഒന്നങ്ങനെ നോക്കി എന്നൊരു വർണ്ണനയുണ്ട് കാളിയമർദ്ദനം വർണ്ണിക്കുമ്പോൾ. ഭഗവാന്റെ ത്രൈലോക്യ മോഹനമായിരിക്കുന്ന സ്വരൂപം അതിൻ്റെ ശ്ലോകമൊക്കെ ഉണ്ട് അവിടെ പറഞ്ഞിട്ടാണ് പറയണത്. ആ മനോഹരമായിട്ടുള്ള സ്വരൂപം നോക്കി നിന്നിട്ടാണ് ഒരു നിമിഷം ആക്രമിക്കാതെ പിന്നീട് ആക്രമിച്ചത്. അപ്പം എല്ലാവർക്കും മോഹനത്തെയും മോഹത്തെയും ആകർഷണത്തെയും ഉണ്ടാക്കുന്നത് ആണ് ഭഗവാന്റെ ആ ഒരു സ്വരൂപം എന്നർത്ഥം. മോഹനം, മോഹിപ്പിക്കുക. അതുകൊണ്ടാണ് ഗോപസ്ത്രീകൾക്ക് മോഹം ഉണ്ടായത്. എല്ലാവരെയും ആകർഷിക്കുന്ന സ്വരൂപം എന്ന് പറഞ്ഞത്. മോഹനാദപി മോഹനം. ഈ മൂന്നാമത് കാന്തി നിദാനത അഭി കാന്തം. കാന്തം എന്ന് പറഞ്ഞാലും തേജസ്, മനോഹരം എന്നൊക്കെയുള്ള അർത്ഥം. തേജോനിധി ആയിട്ടുള്ള വസ്തുക്കളെക്കാൾ വെച്ച് തേജസ്. ഫസ്റ്റ് ദശകത്തിൽ പറഞ്ഞു തേജസ് സംഹാരി വീര്യം. തേജസ്സുള്ളവരുടെ വീര്യം, തേജസ്സും കൂടി ഇല്ലാണ്ടാക്കും ഭഗവാൻ അവിടെ വന്നാൽ. ഭഗവാനായി മീതേ. ഇപ്പം കാന്തി നിദാനതോപി, കാന്തി തേജസ്, കാന്തി നിദാനതോപി കാന്തം. കാന്തം ജനിപ്പിക്കുന്ന വസ്തുക്കളിൽ വെച്ച് ഏറ്റവും കാന്തമായിട്ടുള്ളത് തേജസ്സിനെ ജലിപ്പിക്കുന്നത്. ഈ മാധുര്യാതപി മധുരം. മധുരമുള്ള വസ്തുക്കളിൽ വെച്ചിട്ട് ഏറ്റവും മധുരം എന്നർത്ഥം. ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ തന്നെ ഇത്ര സുന്ദരത ഉണ്ടെങ്കിൽ, സൗന്ദര്യം ഉണ്ടെങ്കിൽ, നേരിൽ കാണുമ്പോൾ എത്ര സൗന്ദര്യം ഉണ്ടാവണം. കാരണം സൗന്ദര്യോത്തരതോപി സുന്ദരതരം. ഭഗവാന്റെ സൗന്ദര്യത്തെപ്പറ്റി ആസ്വദിക്കാൻ സാധിക്കുന്ന ആൾക്കാർക്ക് അതിലും വലിയ സൗന്ദര്യം വേറൊന്നുമില്ല. രുക്മിണി വിവാഹം കഴിക്കുന്ന സമയത്ത് സന്ദേശത്തിലും കൂടി പറഞ്ഞത് എന്താണ്? ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാന്തെ. കല്യാണമൊക്കെ കഴിക്കുന്ന സമയത്ത് ആരായാലും ഒരാളെ കേട്ടാൽ ആദ്യം എന്താ ചോദിക്കുക? ഫോട്ടോ ഉണ്ടോ നോക്കി. നമ്മൾ എന്തിനാ അത്? നാലാളുടെ മുമ്പാകെ എഴുന്നള്ളിച്ച് നിർത്താൻ പറ്റിയ ആളാവണം. അതിന് വേണ്ടിയാണ് ഈ ഫോട്ടോ ഉണ്ടോ എന്ന് ആദ്യം ചോദിക്കണം. നേരിൽ കണ്ടിട്ട് ഇഷ്ടമായില്ല വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ കണ്ടിട്ട് അപ്പം തന്നെ വേണ്ടാന്ന് വെക്കാമല്ലോ. എന്തിനാണ് ചോദിക്കണത്? കാണാൻ എന്തായാലും ഇതൊക്കെ പറഞ്ഞാലും എവിടെയും കൊണ്ട് എഴുന്നള്ളിക്കാൻ പറ്റിയ ആളായാലേ സ്ത്രീ ആയാലും പുരുഷനായാലും ഇഷ്ടമാവുള്ളൂ. വൈരൂപ്യം ഉണ്ടാവുക അല്ലേ? അല്ലെങ്കിൽ ഒരാളും കാണാൻ പറ്റാത്ത എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാവുക. അപ്പോൾ പൊതുവേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അവർ പല കർമ്മങ്ങളിൽ പങ്കെടുക്കാനും കൂടി പാടില്ല വികലാംഗര് എന്നാണ് പറയുക. അപ്പോൾ അംഗസൗഷ്ഠവങ്ങളെല്ലാം ഇന്നലെ പറഞ്ഞ പോലെ അതിൻ്റേതായ പൂർണ്ണതയിൽ എള്ളിൻ പൂവിനൊത്ത നാസ, താമരപ്പൂവിൻ്റെ ഇതൾ പോലെയുള്ള കണ്ണ്, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ സൗന്ദര്യോത്തരതോപി സുന്ദരതരം. സുന്ദരമുള്ള വസ്തുക്കളിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരമായിട്ടുള്ളതും. സുന്ദരതരം എന്ന് പറഞ്ഞാൽ അവിടെ കമ്പാരിസണാണ്. സുന്ദരം, സുന്ദരതരം, സുന്ദരതമം. സുന്ദരതമം ഏറ്റവും സുന്ദരമായിട്ടുള്ളത്. അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശം. കാരണം എല്ലാ സൗന്ദര്യമുള്ള വസ്തുക്കളിലും വെച്ച് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സുന്ദരതമം തന്നെയാണ്. നീ ആശ്ചര്യതോ അപ്പി ആശ്ചര്യം, ആശ്ചര്യം ജനിപ്പിക്കുന്നതും ആണ്. നമ്മുടെ സാധാരണ ദൃഷ്ടിക്ക് നോക്കിയാൽ പിടികിട്ടാത്ത, നിരക്കുന്നതല്ലാത്ത പലതും ഉണ്ട് ഭഗവാനിൽ. നാല് കൈ തന്നെ പ്രത്യേകതയല്ലേ? നാല് കൈ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ലോകത്തിൽ? ഭഗവാന് മാത്രമേ ഉള്ളൂ. ആശ്ചര്യം. ഭഗവാനെ പറ്റി പറഞ്ഞിരിക്കുമ്പോൾ പലതരത്തിലുള്ള ആശ്ചര്യകർമ്മണ ഹരേരത്ഭുതകർമ്മണ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അത്ഭുതമാണ്. ഗീതയിലും പറയാം ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം ആശ്ചര്യവത് വദതി തദേവ ജാന്യ ആശ്ചര്യവച്ചേനം അന്യശൃണോതി തൊട്ടാപേനം തൊട്ടവ. ആശ്ചര്യമുള്ള വസ്തുവായിട്ട് ചിലർ പറയുന്നു ഭഗവാനെ. ചിലരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമുള്ള വസ്തുവായിട്ട് കാണുന്നു, ആശ്ചര്യമുള്ള വസ്തുവായിട്ട് കേൾക്കണു. കണ്ടാലും കേട്ടാലും ഒന്നും യഥാർത്ഥത്തിൽ ഭഗവാനെ അറിഞ്ഞവർ ആരുമില്ല എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞത്. ആശ്ചര്യം, ആശ്ചര്യതോപ്യ ആശ്ചര്യം എന്ന് പറയാം. അത് വലിയൊരു വാക്കാണ്. എന്താ കാരണം വെച്ചാൽ ഭഗവാന്റെ ഈ കഥകൾ തന്നെ അതിന് വളരെ ഉദാഹരണമാണ്. എത്ര കേട്ടാലും അതിൻ്റെ പുതുമ നശിക്കണില്ല. 100 സപ്താഹം കേട്ടാലും പിന്നെ ആ ഭാഗം വരുമ്പോൾ അതേ ആവേശം, അതേ ആനന്ദം, അതേ വികാരം ഉണ്ടാവാൻ അങ്ങനെ ഒരു കഥ വേറെ ഉണ്ടോ ലോകത്തിൽ? ആലോചിച്ച് നോക്കും. നമ്മുടെ കഥ 2 പ്രാവശ്യം പറഞ്ഞാൽ
മൂന്നാമത് നമ്മൾ നിങ്ങൾക്ക് തന്നെ പറയാനുള്ളൂ, വേറൊന്നും പറയാല്ലേ എന്നുവെച്ചാൽ അയാൾക്കും മടുത്തു ഇത് കേട്ടിട്ട്. അപ്പോൾ ആരുടെ കഥയായാലും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം കേട്ടാൽ പിന്നെ കേൾക്കണമെന്നുണ്ടാവില്ല. പക്ഷേ രാമായണം നോക്കി എത്ര സിമ്പിളായിട്ടൊരു കഥയാണ്. ഓരോ പ്രാവശ്യം പറയുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ആ പുതുമയും അതിൻ്റേതായിട്ടുള്ള സത്തും നിലനിർത്താൻ അതിന് കഴിയുന്നുണ്ട്. അത് ഋഷിപ്രോക്തമാണ്, അതുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. ഭഗവാന്റെ കഥ ആയതുകൊണ്ടും ആണ്. ഋഷി എന്ന് പറഞ്ഞ വേറെ വല്ലവരുടെ കഥ എഴുതിയാലൊന്നും ആൾക്കാർ ഉൾക്കൊള്ളില്ല. അതുകൊണ്ട് ഭഗവാനെ സംബന്ധിക്കുന്നതെല്ലാം ആശ്ചര്യതോപി ആശ്ചര്യം. ആശ്ചര്യമുള്ള വസ്തുക്കളിൽ നിരത്തി നിർത്തിയാൽ അതിൽ ഒന്നാമത് നിൽക്കും ആശ്ചര്യം. പിടികിട്ടില്ല പലതും, അത്ഭുതമായിട്ടുള്ള പലതും കാര്യങ്ങളാണ് അതിനുള്ളത്. ഈശ്വരകഥകൾ പറയുക, ഈശ്വരകഥകൾ വായിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു നോവൽ വായിക്കണ പോലെയല്ല സംഭവിക്കണത്. അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഈ രാമായണം സുന്ദരകാന്ഡം വായിച്ച കാര്യസാധ്യം ദുഃഖനാശനം ഒക്കെ ഉണ്ടാവും എന്ന് പറയണത്. വേറെ ഏതെങ്കിലും കഥകൾക്ക് അതുണ്ടാവുമോ? ആശ്ചര്യതോപ്പി ആശ്ചര്യം. മഴ പെയ്യാത്തപ്പോൾ മഴ പെയ്ത അവസ്ഥയുണ്ട് ഭാഗവതം വായിച്ചിട്ട്. ഭാഗവതം മഴ വല്ലാണ്ട് വന്നാൽ മഴയുടെ ഉപദ്രവം കുറച്ചിട്ടും അനുഭവമുണ്ട്. വീക്കിൽ വരാഹാവതാരം 1-ാമത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും മഴ എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഇരിക്കണ ദിക്കിലൊക്കെ വെള്ളം, നമ്മുടെ ഇരിക്കണ ദിക്കിലല്ല, ആൾക്കാരിക്കണ ദിക്കിലൊക്കെ വെള്ളം വന്നു. എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു രക്ഷയില്ല. നിർത്തേണ്ടിയിരുന്ന് വരെ വന്നു വായന. പറയലെന്തായാലും നിർത്തി വായിച്ച് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ദ്രൻ്റെ മഴ പെയ്തിട്ട് നിർത്തിയിട്ടുള്ള ഭഗവാനല്ലേ, നമുക്ക് ആ അധ്യായം ഒന്നാട് വായിക്കാം. ഗോവർത്തനോദ്ധാരണവും ഇന്ദ്രൻ്റെ മഴയും തടഞ്ഞ അധ്യായമാണ് വായിച്ചപ്പോൾ മഴ എവിടേക്കേ പോയി എന്ന് നിശ്ചയില്ല. മാരായമംഗലത്താണ് ഉണ്ടായ സ്ഥലം. പിന്നെ വൈകുന്നേരം വായനയൊക്കെ നിർത്തിയിട്ട് മഴ വന്നു. ആ വായന കഴിയണ വരെ മഴ പെയ്തില്ല. അത്ഭുതമല്ലേ ആലോചിച്ചാൽ. അതാണ് ആശ്ചര്യതോപ്പി ആശ്ചര്യം. അതിൽ എന്തൊക്കെയോ സംഗതികൾ കിടക്കുന്നുണ്ട്. കഥ മാത്രമല്ല അത്. കഥയാണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവും ഇല്ലേ, പിന്നെ കേൾക്കണമെന്നുണ്ടാവില്ല. അപ്പം അതല്ലാന്നർത്ഥം. ഇതിലെന്തൊക്കെയോ സംഗതികൾ കുടികളുണ്ട്. നാരായണീയായാലും ഭാഗവതമായാലും പാരായണം ചെയ്യുന്ന സമയത്ത് വായിക്കണ ആളിലും കേൾക്കണ ആളിലും എന്തൊക്കെയോ സംഗതികൾ അവിടെ സംഭവിക്കേണ്ട ആ മന്ത്രശക്തി കൊണ്ട്. അതാണ് ആശ്ചര്യതോപ്യാശ്ചര്യം. ഭഗവാനെ സംഭവിക്കുന്നതെല്ലാം അത്ഭുതകരങ്ങൾ തന്നെ. ഹരേരത്ഭുതകർമ്മണ എന്ന് എത്ര ദിക്കില ഭാഗവത്തിൽ പറഞ്ഞ അത്ഭുതകർമാവായിരിക്കുന്ന ഭഗവാൻ. സാധാരണക്കാരോടൊന്നും ഉപമിക്കാൻ പറ്റാത്ത കർമ്മം, രൂപം, ഭാവം ഒക്കെ ഉള്ള ഭഗവാൻ. ആശ്ചര്യതോപ്പി ആശ്ചര്യം ആയതായ ത്വത്രൂപം. ഇതിലും പറഞ്ഞു ത്വത്രൂപം, വനമാല്യഹാരപടല എന്ന് പറഞ്ഞിട്ട്. ഇന്നും ത്വത്രൂപം അങ്ങനെയുള്ളതായിരിക്കണം. ത്വത് പ്ലസ് രൂപം, ത്വദ്രൂപം. നാവിന് വല്ലാണ്ട് വിഷമം തോന്നുന്നത് ത്വരൂപം എന്ന് പറഞ്ഞാൽ മതി. ത്വത് വേറെ പറയണം, ത്വത് രൂപം എന്ന് പറഞ്ഞാൽ മതി. എളുപ്പമുണ്ട് പറയാം. കൂട്ടക്ഷരങ്ങളൊക്കെ അങ്ങനെയാണ്. ത്വത് രൂപം എന്ന് വായിക്കുക നല്ലത്. ത്വത്രൂപം തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ത്വത് രൂപം, ത്വത് രൂപം. സംസ്കൃതത്തിൽ അങ്ങനെ കൂട്ടക്ഷരമാണ്. ദ്രാന്ന് അങ്ങനെ ഇല്ല, ദ്രാന്നൊരു വാക്കില്ല. ത്വത് പ്ലസ് രൂപം എന്ന് എഴുതിയാലും ത്വദ്രൂപമാവും. എന്ന് എഴുതിയിട്ട് വരിയിട്ടിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പം ത്വത് രൂപം, അങ്ങയുടെ രൂപം. ഭുവനേ കസ്യ കുതുകം ന പുഷ്ണാതി. ലോകത്തിൽ ഭുവനേ, ഭുവനം എന്നുള്ളതിൻ്റെ ഭുവനേ, ഭുവനേ ലോകസിൽ കൃഷ്ണേ ദ്വിതീയ വരും. കൃഷ്ണേ ഭക്തിര അവസാനത്തെ വരിക സപ്തമി. കൃഷ്ണേ ഭുവനേ, ഭുവനേ കസ്യ കുതുകം ന പുഷ്ണാതി. ഏതൊരാൾക്കാണ് ഭഗവാനെ കൗതുകം ജനിപ്പിക്കാത്തത്? എല്ലാവർക്കും കൗതുകം ജനിപ്പിക്കും. ഇതാണ് ശ്ലോകത്തിൻ്റെ സാരം. അപ്പം ഹേ വിഷ്ണു വിഭോ, ത്രൈലോക്യത്തിലും മഹത്തായിട്ടുള്ള വസ്തുക്കളിൽ വെച്ചിട്ട് മഹത്വം, മോഹിപ്പിക്കുന്ന വസ്തുക്കളിൽ വെച്ചിട്ട് മോഹനവും. അവിടെ ഗോപികൾ മോഹിച്ചു. അവരുടെ ദിനകൃത്യങ്ങളും കൂടി അവിടെ ഇട്ടിട്ട് ഓടി ഒരിക്കലും കാട്ടിലേക്ക്. മഹിതം മോഹനാത്, മോഹിപ്പിക്കുന്ന വസ്തുക്കളിൽ വെച്ചിട്ട് മോഹനവും. കാന്തം കാന്തി നിദാന തോപി, തേജസ്സുള്ള വസ്തുക്കളിൽ വെച്ചിട്ട് തേജസ് ആർന്നതും. മാധുര്യമുള്ള വസ്തുക്കളിൽ വെച്ചിട്ട്
മാധുര്യം ഉള്ളതും സൗന്ദര്യോത്തരതോപി സുന്ദരതരം, സൗന്ദര്യമുള്ള വസ്തുക്കളിൽ വെച്ചിട്ട് ഏറ്റവും സൗന്ദര്യം ഉള്ളതും ആയ ത്വദ്രൂപം, അങ്ങയുടെ രൂപം. ഭുവനേ കസ്യ കുതുകം ന പുഷ്ണാതി, കസ്യ ഏതൊരാൾക്ക്, ഏതൊരാൾക്ക്, ഭുവനേ കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ, കം കസ്യ ഏതൊരാളുടെ, ഏതൊരാൾക്കാണ് കൗതുകം ജനിപ്പിക്കാത്തത്. കിമിഹന വിജാതേ കൗതുകം വാസുദേവ, ബാലലീല വർണ്ണിക്കുമ്പോൾ ഭട്ടേരിപ്പാടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുട്ടുകുത്തി കൈവളകളൊക്കെ കുറച്ചിങ്ങനെ ഉയർന്നു വീണ് ചെലമ്പിൻ്റെ ശബ്ദം കേട്ട് മുട്ടുകുത്തുന്ന കൃഷ്ണ, അങ്ങയെ കണ്ടാൽ ഏതൊരാൾക്കാണ് കൗതുകം ഉണ്ടാവാതിരിക്കുക. ചെറിയൊരു കുട്ടി ആ തൊപ്പിയൊക്കെ തലയിൽ വെച്ച ഉണ്ടകളൊക്കെ കെട്ടിത്തൂക്കി മെല്ലെ ആ പാദം അല്ലേ പെരുവിരലിങ്ങനെ കടിച്ച് നമ്മളെ ഒന്നും കള്ളനോട്ടം നോക്കുകയാണെന്ന് വെച്ചാൽ ഏതൊരാളും നോക്കും അല്ലേ. കണ്ടില്ലേ ആ കുട്ടി കാണിക്കുന്നത്, കണ്ട് എന്ത് രസമാണ് കാണാൻ. അത് സാധാരണ ഒരു കുട്ടി കാണിക്കുന്നത് തന്നെ കൗതുകം ഉണ്ട് വെച്ചാൽ, അത് ഭഗവാൻ പെരുവിരൽ കടിച്ച് കിടക്കുന്നത് കാണാൻ എത്ര കൗതുകം ഉണ്ടാവണം. അതാണ് ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി, ഏതൊരാൾക്കാണ് കൗതുകം ഭഗവാനിൽ ഇല്ലാതിരിക്കുക എന്നാണ് ശ്ലോകത്തിൻ്റെ ആ ഒരു അർത്ഥം. ഞാൻ ചൊല്ലി നോക്കാം, ചെറിയ അർത്ഥമേ ഉള്ളൂ. യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാൻ കാന്തം കാന്തി നിദാനതോപി മധുരം മാധുര്യതുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ആശ്ചര്യതോപ്യാശ്ചര്യം ത്വദ്രൂപം, ത്വദ്രൂപം ശരിക്കും ലാസ്റ്റിലാണ് വരേണ്ടത്. വരിയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇടയിൽ ചേർത്തുന്നേ ഉള്ളൂ. ഒക്കെ കഴിഞ്ഞിട്ട് ത്വദ്രൂപം. അങ്ങനെയുള്ള ത്വദ്രൂപം ലോകത്തിൽ ഭുവനെ ഏതൊരാൾക്കാണ് കൗതുകം ജനിപ്പിക്കാത്തത് ഭഗവാനെ എന്ന് ചോദിച്ചിരിക്കുകയാണ്. എന്നാ ഒരു ശ്ലോകം മതി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.